എല്ലാവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ഒരു ചെറിയ പോമാണ്. പാർട്ട് 2 ആണ് ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു പോത്തിൻ്റെ പേരെന്താണ്? നേച്ചർ സ്പീക്സ് ടു മീ എന്നുള്ളതാണ്. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ഒരു കവിതയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ കാണുന്നില്ലേ? അത് എന്തിൻ്റെ പിക്ചറാണ്? ഒരുപാടുണ്ടല്ലേ. ഒരു അരുവിയുണ്ട്, പിന്നെ എന്താണ് ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ എന്താണ് കുറേ പ്ലാന്റ്സ് ഉണ്ട്, സണ്ണുണ്ട്, പിന്നെ ബേർഡ്സ്, മരങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ചേർന്ന് ഒരുമിച്ച് നമ്മൾ എന്താ പറയുക? നേച്ചർ എന്നാണ് പറയുക. പ്രകൃതി അല്ലേ? അപ്പോൾ പ്രകൃതി സ്പീക്സ് ടു മീ, എന്നോട് സംസാരിക്കുന്നു എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ വരുന്നത്. സ്പീക്സ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഈ പോയത്തിന് 3 സ്റ്റാൻസാസ് ആണ് ഉള്ളത്. ഓരോ സ്റ്റാൻസയിലും 4 വരികൾ വീതമാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ്. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗിയല്ലേ? എന്തിൻ്റെയാണ്? ട്രീസ് എന്ന് പറഞ്ഞാൽ മരങ്ങളല്ലേ? അപ്പോൾ എന്താണ്? മരങ്ങളുടെ ഭംഗി. പിന്നെയോ ദ സോഫ്റ്റ്നെസ് ഓഫ് ദ എയർ. എയർ എന്ന് പറഞ്ഞാൽ വായു. സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൃദുലത അല്ലേ? അപ്പോൾ വായുവിൻ്റെ മൃദുലത. പിന്നെ ദ ഫ്രാഗ്രൻസ് ഓഫ് ദ ഗ്രാസ്. ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ലല്ലേ? പുല്ലിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ സുഗന്ധം അല്ലേ? അപ്പം എന്താണ്? പുല്ലിൻ്റെ നല്ല സുഗന്ധം. സ്പീക്സ് ടു മീ, എന്നോട് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? മരത്തിൻ്റെ ഭംഗി, പിന്നെ എന്താണ്? എയറിൻ്റെ, അതായത് വായുവിൻ്റെ ഒരു മൃദുലത, പിന്നെ പുല്ലിൻ്റെ സുഗന്ധം, ഇതൊക്കെ എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ ഇത്രയാണ് പറയുന്നത്. നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ദ സമ്മിറ്റ് ഓഫ് ദ മൗണ്ടൻ. സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ പർവ്വതം അല്ലെങ്കിൽ മലയുടെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കൂർത്ത ഭാഗം, അതിനെയാണ് നമ്മൾ സമ്മിറ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു മൗണ്ടൻ്റെ, പർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ മലയുടെ ഏറ്റവും കൂർത്ത അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ഭാഗം. പിന്നെ എന്താണ്? ദ തണ്ടർ ഓഫ് ദ സ്കൈ. ആകാശത്തിലെ, സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം, തണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടി അല്ലേ? ആകാശത്തിലെ ഇടി. പിന്നെ എന്താണ്? ദ റിതം ഓഫ് ദ സീ. റിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? താളം അല്ലേ? അപ്പോൾ കടലിലെ ആ തിരമാലകളുടെയൊക്കെ താളം, അതും എന്നോട് സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസിൽ എന്തൊക്കെയാണുള്ളത്? മൗണ്ടൻ, അതായത് മലയുടെ ആ ഒരു ഉയർന്ന ഭാഗം, ഏറ്റവും ടോപ്പിലുള്ള ഭാഗം, അതേപോലെ ആകാശത്തിലെ ഇടി, പിന്നെ കടലിലെ ആ ഒരു താളം, റിതം, ഇതൊക്കെ എന്നോട് സംസാരിക്കുന്നു എന്നാണ് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസിലേക്ക് വരാം. ദ ഫെയിൻറ്റ്നെസ് ഓഫ് ദ സ്റ്റാർസ്. സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രങ്ങൾ അല്ലേ? ഫെയിൻറ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മങ്ങിയ വെളിച്ചമുണ്ടല്ലോ, അത്. അപ്പോൾ സ്റ്റാർസിൻ്റെ മങ്ങിയ വെളിച്ചം. പിന്നെ എന്താണ്? ദ ഫ്രഷ്നെസ് ഓഫ് ദ മോർണിംഗ്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ പുലരി അല്ലേ? അല്ലെങ്കിൽ എന്താണ്? പ്രഭാതം. അപ്പം എന്താണ്? മോർണിംഗിലെ, അതായത് പുലരിയിലെ ഫ്രഷ്നെസ്. പിന്നെ എന്താണ്? ദ ഡ്യൂ ഡ്രോപ്പ് ഓൺ ദ ഫ്ലവർ. ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവ്, നമുക്കറിയാം. ഡ്യൂ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞുതുള്ളി. അപ്പം പൂവിൻ്റെ മുകളിലുള്ള ആ ഒരു മഞ്ഞുതുള്ളി. സ്പീക്സ് ടു മീ, എന്നോട് സംസാരിക്കുന്നു. എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ ഉള്ളത്? സ്റ്റാർസിൻ്റെ ഫെയിൻറ്റ്നെസ്, മോർണിംഗിൻ്റെ ഫ്രഷ്നെസ്, പിന്നെ ഫ്ലവറിൻ്റെ മുകളിലുണ്ടാവുന്ന ഡ്യൂ ഡ്രോപ്പ്, അതായത് മഞ്ഞുതുള്ളി, അതെല്ലാം എന്നോട് സംസാരിക്കുന്നു എന്നാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ആകെ 3 സ്റ്റാൻസയാണുള്ളത്. 3 സ്റ്റാൻസയിൽ നമ്മൾ എന്താണ് കാണുന്നത്? പ്രകൃതിയിലെ ഓരോരോ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നു എന്ന് പറയുകയാണ് അല്ലേ? അപ്പോൾ നമ്മളുടെ ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ എന്താണ്? നേച്ചർ സ്പീക്സ് ടു മീ എന്നാണ്. പ്രകൃതി എന്നോട് സംസാരിക്കുന്നു എന്നല്ലേ? അപ്പോൾ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും എന്നോട് സംസാരിക്കുന്നത് വിശദീകരിച്ചിരിക്കുകയാണ് ഓരോ സ്റ്റാൻസയിലും അല്ലേ? അതാണ് നമ്മൾ ഈ പിന്നെ പോയത്തിലുടനീളം കാണുന്നത്. നമ്മളുടെ നേച്ചറിൻ്റെ ബ്യൂട്ടി ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോം ഇത്രയാണ്. ഒരു സിമ്പിളായിട്ടുള്ള കുഞ്ഞു പോയാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചീഫ് ഡാൻ ജോർജ് ആണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.